ലാൽ സെക്യൂരിറ്റി സൊല്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും അറിയാത്തതുമായ കുറേ കാര്യങ്ങളാണ് ഈ ചാനലിൽ കൂടി നിങ്ങളോട് പറയുന്നത്. ഒരു DVR പെർഫെക്റ്റായിട്ട് എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്യാം, എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ DVR ഓൺ ചെയ്തു കഴിയുമ്പോൾ അത് ലോഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഓണായി കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൽ ലാംഗ്വേജിന് മുമ്പ് നമുക്ക് അതിനകത്ത് ടൈമിംഗ് നമ്മുടെ ഇന്ത്യൻ ടൈം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഓരോ കൺട്രിയുടെ ഓരോരോ ടൈമിംഗ് അവിടെ കാണിക്കും. അപ്പോൾ ഇത് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പം ഞാൻ ഒരുപാട് ടെക്നിക്കൽ ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് അവർ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടാറില്ല. ഇതിപ്പോൾ ഈ ചാനൽ നിങ്ങൾ ക്ലിയറായിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം കാണുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താ പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി വീഡിയോ മൊത്തം കാണാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മൾ കടയിൽ നിന്ന് ഒരു DVR വാങ്ങിയാൽ അത് പെർഫെക്റ്റായിട്ട് ഒരിക്കലും കോൺഫിഗറേഷനായി ചെയ്യാത്തിടത്തോളം കാലം അത് ക്ലിയർ ആകില്ല. അപ്പോൾ അത് ക്ലിയർ പർച്ചേസിങ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺഫിഗറേഷൻ പോയി പർച്ചേസിങ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരുമ്പോഴാണ് അത് പെർഫെക്റ്റായിട്ട് പർച്ചേസ് ആകുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ടൈമിങ്ങുകൾ നമ്മളത് നിങ്ങൾക്കൂടെ കുറച്ച് സമയമെടുത്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. അത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റിൽ പോകുമ്പം നമുക്ക് ഫസ്റ്റ് യൂസർ നെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ അവിടെ അഡ്മിൻ എന്ന് തന്നെ കിടക്കും. പിന്നെ പാസ്വേഡ് കൊടുക്കുമ്പോൾ എപ്പോഴും സ്ട്രോങ് പാസ്വേഡ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കൺഫേം പാസ്വേഡ്, ഇത് രണ്ടും മെയിനാണ്. കാരണം പാസ്വേഡ് നമ്മൾ ഒരു പേര് മാത്രം ഇടുകയോ അല്ലെങ്കിൽ ഒരു നമ്പരും പേരും മാത്രം ഇട്ടാൽ ഇപ്പോൾ അത് അപ്സെറ്റ് ചെയ്യാറില്ല. കാരണം അതൊരു സിമ്പലും കൂടെ വന്നാൽ അപ്സെറ്റ് ആകുമ്പോഴാണ് നമുക്ക് ആ ഗ്രീൻ മാർക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുത്ത് അതിനെ കൺഫേം ചെയ്ത് നമുക്ക് ഹിൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ കാര്യം പിന്നെ പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ നമുക്ക് DVR പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ വിഷയം. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം പാസ്വേഡ് കൊടുത്തു. ഞാൻ ഒരു പാസ്വേഡ് കൊടുത്തിരുന്നതിനെ ഞാൻ മാറ്റി. കാരണം എന്ന് പറഞ്ഞാൽ അതിപ്പം ആവശ്യമില്ലാത്തത് കൊണ്ടാണത് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പാറ്റേൺ ചോദിക്കും. ആ പാറ്റേൺ കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. 2 പ്രാവശ്യം കൊടുത്ത് കൺഫേം ചെയ്തതിന് ശേഷം നമുക്കവിടെ ഇന്നൊരു ഫോൾഡർ ഓപ്പൺ ആകും. അതിനകത്ത് നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ 3 ക്വസ്റ്റ്യൻ നമ്മുടെ പാസ്വേഡിൻ്റെ റിക്കവറി അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ഒരു സംഭവമാണ് ആ 3 ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് മറക്കാത്ത ക്വസ്റ്റ്യൻ കൊടുക്കുക. 3 ക്വസ്റ്റ്യനും അതിന് ആൻസറും അത് മറക്കാൻ പാടില്ല. കാരണം പാസ്വേഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമാണ്. റിക്കവർ പാസ്വേഡ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മേളിൽ ഇപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തപ്പോൾ അവിടെ നമ്മുടെ മെയിൽ ID ചോദിക്കും. ഇമെയിൽ ID ഒന്നിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ID കൊടുക്കാം. ഇല്ല ഒരു കസ്റ്റമറിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ മെയിൽ ID കൊടുത്തിട്ട് അത് നമ്മൾ മറക്കാൻ പാടില്ല അതിനകത്ത് കൊടുക്കുന്ന മെയിൽ ID. കാരണം നമ്മൾ ഈ പാസ്വേഡ് റിക്വസ്റ്റിന് നമ്മുടെ പാസ്വേഡ് മറന്നുപോയാൽ നമുക്കതിന് റിക്കവറിക്ക് വേണ്ടിയിട്ട് 1 ടൈം പാസ്വേഡ് വരുന്നതും ഒക്കെ മെയിൽ IDയിലോട്ടാണ്. അത് കഴിഞ്ഞ് ഇതൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഒരേ പ്രാവശ്യം പറയാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ല. കാരണം അതൊക്കെ നെറ്റ് പർപ്പസ് എന്ന് വെച്ചാൽ ഓൺലൈൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഓൺലൈനിലോട്ട് വരുമ്പം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഹാർഡ് ഡിസ്ക് അത് ഇതും എല്ലാം കാണിച്ച് ഇപ്പോൾ ഇതാണ് കണ്ടില്ലേ, ഓക്കെ പർച്ചേസായി. ഇത്രയാണ് ഒരു DVRൻ്റെ പ്യുവർ പർച്ചേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറ കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കോളമെല്ലാം ഇപ്പോൾ നമുക്ക് കാലിയായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു DVR ഇങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്ത് എടുക്കുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിപ്ലൈ തരിക. അപ്പോൾ അടുത്ത ഒരു പോർഷൻ നമുക്ക് അതൊരു DVRനകത്ത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ ഉടനെ ഇടാം. ഓക്കെ, അപ്പോൾ ബൈ.